നമസ്കാരം ഡാക്കുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു വീഡിയോ എങ്ങനെ അൺറിയൽ എഞ്ചിനിലേക്ക് വീഡിയോ ആയിട്ട് തന്നെ ഇമ്പോർട്ട് ചെയ്യാം. ആ വീഡിയോ ഇമേജ് സീക്വൻസുകളായിട്ടല്ലാതെ ഒരു വീഡിയോ ആയിട്ട് തന്നെ എങ്ങനെ ഔട്ട് എടുക്കാന്നുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ആദ്യം തന്നെ അൺറിയൽ എഞ്ചിൻ ഓപ്പൺ ചെയ്താൽ കണ്ടന്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. കണ്ടന്റ് ഡ്രോവർ ഓപ്പൺ ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് വേണ്ട വീഡിയോസിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഫോട്ടോ, ഒരു TV ക്രിയേറ്റ് ചെയ്തല്ലോ. ആ TVനെ ജസ്റ്റ് ഒരു PNG ഇമേജ് ആണ് ആഡ് ചെയ്തു. അതുപോലെ ഒരു വീഡിയോനെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതൊരു MP4 വീഡിയോ ആണ്. സാധാരണ ഒരു വീഡിയോ MP4 MOV ഒക്കെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യുക. ഇപ്പോൾ ആഡ് ആയ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ഐക്കണിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ പ്ലേ ആകാൻ വേണ്ടി ഒരു മീഡിയ പ്ലെയറിനെ കൂടി ആഡ് ചെയ്യണം. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ മീഡിയ എന്ന് കാണുന്നില്ലേ, മീഡിയൻ്റെ അകത്ത് മീഡിയ പ്ലെയർ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. അതിൻ്റെ അകത്ത് ടിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ റീനെയിം ചെയ്യാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇനി ഈ മീഡിയ പ്ലെയർ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇതിലൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ആഡ് ചെയ്ത്. ആ വീഡിയോനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് പ്ലേ ആവും കേട്ടോ. ഓക്കെ അല്ലേ, അത് പ്ലേ ആക്കിയിടുക. അത് ക്ലോസ് ചെയ്യരുത്, മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ സെക്കൻഡ് സ്ക്രീൻ ഉണ്ട് അവിടേക്ക് മാറ്റി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐക്കണായിട്ട് ഇതിനെ നമ്മളെ കണ്ടന്റ് ഡ്രോവറിൽ കാണാൻ പറ്റും. ഇപ്പം നമുക്കിതൊരു മീഡിയ ടെക്സ്ചർ ആയിട്ടാണ് കിട്ടിയത്. അപ്പം നമ്മൾ ഈ ടെക്സ്ചറിന് ഏതെങ്കിലും ഒരു പ്ലെയിനിലേക്ക് അപ്ലൈ ചെയ്യണമല്ലേ, അതിനുവേണ്ടി നമുക്കൊരു പ്ലെയിൻ ഉണ്ടാക്കണം. ഈ ഒരു പ്ലസ് ബട്ടണില്ലേ, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷേപ്പുകൾ കാണാൻ പറ്റും. ഷേപ്പിൻ്റെ അകത്ത് പ്ലെയിന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിന് നമുക്ക് ബേസിക് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്നെങ്കിൽ സ്കെയിൽ ചെയ്യുക, അല്ലെങ്കിൽ റൊട്ടേഷൻ ചെയ്യുക, അതേപോലെ പൊസിഷനൊക്കെ മാറ്റി വെക്കുക അല്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത ശേഷം ഒക്കെ ബേസിക് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ബേസിക് വീഡിയോസ് ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലെയിൻ നമുക്ക് കാണുന്ന രീതിയിൽ നമുക്ക് അഭിമുഖീകരിച്ചുകൊണ്ട് വെച്ചിട്ട് അത് TV ആണ്. അപ്പോൾ ഞാൻ TVൻ്റെ ടെക്സ്ചറിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുക, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഒന്നുമില്ല, സിമ്പിളാണ്. ആ ആൽഫ കണ്ടോ, A ചാനൽ കണ്ടോ, അതൊന്ന് ജസ്റ്റ് ഒപ്പാസിറ്റിയിലേക്കും ഒപ്പാസിറ്റി മാസ്കിലേക്കും ഓരോ കണക്ഷൻ കൊടുക്കുക. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഡീറ്റെയിൽസ് പാനലിൽ വന്നു കഴിഞ്ഞാൽ അവിടെ മെറ്റീരിയലിൻ്റെ ഒരു ഓപ്ഷൻ കാണും. അതിൻ്റെ ഒരു ബ്ലെൻഡിങ് മോഡ് കാണും. അതൊന്ന് മാറ്റിയിട്ട് മാസ്ക്ഡ് എന്നാക്കുക. ഓക്കെ അല്ലേ. ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന സേവ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക. നേരെ നമ്മുടെ കണ്ടന്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മുടെ മെറ്റീരിയൽ കാണാൻ പറ്റും. ഡ്രാഗ് ചെയ്യുക, നമ്മുടെ പ്ലെയിനിലേക്ക് അപ്ലൈ ചെയ്യുക. ഇനി അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇതേപോലെ വൈഡ് ആയിട്ടുള്ള TV ആണ്, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഷേപ്പൊക്കെ മാറ്റി, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് കൂടുതൽ അതിനെ പറ്റി പറയുന്നില്ല എന്നുള്ളൂ. ഇനി നമ്മുടെ വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയിനും കൂടെ വേണം അല്ലേ. ഒന്നെങ്കിൽ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ എണ്ണം ക്രിയേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന അറിയാലോ, ആൾട്ട് ബട്ടണ് മാക്കിലാണെങ്കിൽ ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആരോ പിടിച്ച് വലിച്ചാൽ ഡ്യൂപ്ലിക്കേഷൻ കിട്ടും അല്ലേ. അതേപോലെ നമ്മുടെ പിവോട്ടിന് നമുക്ക് ഇഷ്ടമുള്ള എഡ്ജിൽ കൊണ്ടുവച്ച് ആ ഏരിയയിൽ അവിടെ ഫിക്സ് ആക്കി വെച്ച ശേഷം ബാക്കി ഭാഗം മാത്രം സ്കെയിൽ ചെയ്യുന്ന രീതികളൊക്കെ നമ്മൾ മോഡലിങ്ങിൻ്റെ ബേസിക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അറിയാത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. വീണ്ടും കണ്ടന്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഈ മീഡിയ ടെക്സ്ചറിലെ അതിന് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു പ്ലെയിനിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ വീഡിയോ ഓപ്പൺ ആവും. അത് പ്ലേ ആയിട്ട് കാണണമെങ്കിൽ നമ്മുടെ നേരത്തെ മാറ്റി വെച്ച ആ ഒരു വീഡിയോ പ്ലെയർ അല്ലേ, ആ മീഡിയ പ്ലെയർ, അതിൻ്റെ അകത്ത് പ്ലേ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെയും പ്ലേ ആയിട്ട് കാണും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്ലേ ആയി കണ്ടാൽ പോലെ ഇതിൻ്റെ വീഡിയോ ഔട്ട് കിട്ടണം അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യുക, മുകളിലൊരു ക്ലാപ്പ് ബോർഡ് അയക്കണമല്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ലെവൽ സീക്വൻസ് എന്ന ഓപ്ഷൻ കിട്ടും. അത് ആഡ് ചെയ്യുക. എവിടേക്ക് ഏതെങ്കിലും ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക, അതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും പേരിട്ട് സേവ് ചെയ്യുക. ഇപ്പം നമുക്ക് വീഡിയോ എഡിറ്ററിലൊക്കെ കാണുന്ന പോലെ ഒരു ടൈം ലൈൻ ഇവിടെ അപ്പിയർ ആയിട്ട് കാണാൻ പറ്റും അല്ലേ. ഇത് ലെഫ്റ്റ് സൈഡായിട്ട് കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടൺ അല്ലേ, ട്രാക്ക് എന്നുള്ള, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ മേളിലായിട്ട് കാണുന്ന ആക്റ്റർ ടു സീക്വൻസ് എന്നുള്ള ഈ ഓപ്ഷൻ ഉണ്ടോ, ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് നമ്മുടെ മീഡിയൻ്റെ പേര് അതിൽ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്തതിലേക്ക് ആഡ് ചെയ്യുക. ഇനി നമ്മുടെ വീഡിയോൻ്റെ അകത്ത് വന്നിട്ട് അതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ പ്രോപ്പർട്ടീസ് കാണാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മീഡിയ സോഴ്സ് കാണാൻ പറ്റും. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മുടെ വീഡിയോനെ ആഡ് ചെയ്യുക. ഇനി അടുത്തായിട്ട് മീഡിയ ടെക്സ്ചർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലും നണ്ണ് മാറ്റിയിട്ട് നമ്മുടെ ആ മീഡിയ ടെക്സ്ചറിനെ ഇവിടേക്ക് ആഡ് ചെയ്യാം. ഇത്രേ ഉള്ളൂ സംഭവം. ഇനി നമ്മൾ നേരെ തിരിച്ച് വന്ന് പ്ലേ ബട്ടണോ അല്ലെങ്കിൽ ഹെഡർ മൂവ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ പ്ലേ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. സ്പേസ് അടിച്ച് കഴിഞ്ഞാലും പ്ലേ ആവും കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇനി അങ്ങനെ ഔട്ട് എടുക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു വീഡിയോ ലെഫ്റ്റ് സൈഡിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നല്ല ടൈം എടുത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.